പിന്നെ ഇരിക്ക്. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. ഹാ, ഇരിക്കടോ. എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യം എന്തായി അതിന്റെ പൊസിഷൻ? അത് 6 മാസത്തെ. 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞാലും തനിക്കത് തന്നു തീർക്കാൻ പറ്റുമോ? താൻ ടെൻഷൻ അടിക്കണ്ട. ബെന്നിക്കറിയാലോ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൾ ഒന്നേ ഉള്ളൂ. ബെന്നിക്ക് ബന്ധുക്കളെന്ന് പറയാൻ മറ്റാരുമില്ലല്ലോ. അല്ല, അത് പിന്നെ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ? ഹലോ. ആ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ആ, വൈകിട്ട് കാണാം. ഓക്കെ. അവറാച്ചൻ ഇക്കാര്യം സമ്മതിച്ചെന്നെ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ. ഭാഗ്യം? ഇതിലും ഭേദം തൂങ്ങിച്ചാവുന്ന. അതൊക്കെ നിന്റെ തോന്നലാ. കാശുള്ള തന്തയ്ക്ക് ജനിച്ചു പോയതിന്റെ അല്പസ്വല്പ ഏനക്കേടുള്ളൊക്കെ. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളും. അച്ഛൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എടാ, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അയ്യോ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നാൻസിയും കുട്ടികളും നമ്മൾ ചേർന്ന് പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അതൊക്കെ അങ്ങ് ചേർന്ന് വെക്കോളും. നിന്റെ ബാധ്യതകളെ കുറിച്ച് ആലോചിക്കണ്ടേ? അതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേവില്ല. നിന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഞാനിത് പറയുന്നു വെച്ചു. എന്റെ മേരിക്കുട്ടി, നിനക്ക് വിശ്വാസം ആയാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. ഇതുവരെ ബെന്നി എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ, നാളെ ഞാൻ ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ പോവാ. നാളെ ബെന്നിയുടെ ബർത്ത്ഡേയാ. ആ, ജനുവരി 14. ഞാൻ എല്ലാം ബെന്നിയോട് പറയും. കുറെ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നല്ലേ. എല്ലാം നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഓർക്കുമ്പോ മേരിക്കുട്ടി ഭയങ്കര ത്രില്ലിലാണ് ഞാനിപ്പോ. ഓക്കെ, സീ യു. ഏതായാലും പുതിയ ചേച്ചിയെ കൂട്ടിന് കിട്ടിയ ശേഷം പള്ളിയിൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയല്ലോ. സന്തോഷമായി. വിശേഷ ദിവസാ, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത്. എന്ത് വിശേഷം? ചാച്ചന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ? എന്നിട്ട് ബർത്ത്ഡേ കാരൻ എവിടെ? ചാച്ചനെ കാര്യം മറന്നിരിക്കുക. ആഹാ, അത് കൊള്ളാം. എന്നിട്ട് നിങ്ങൾ ചാച്ചനെ ഓർമ്മിപ്പിച്ചില്ലേ? പറയണം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ എല്ലാ പരിപാടി രഹസ്യമാക്കി വെച്ചിരിക്കുക. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പൊട്ടിക്കാൻ. ഓ, അങ്ങനെ എങ്കിൽ നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. നിങ്ങൾ വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. എത്തിയോ? ശരിക്കും പ്രാർത്ഥിച്ചോ? എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ? ചാച്ചന് നല്ല ബുദ്ധി തോന്നണേന്ന്. അതെ, പപ്പയ്ക്കും മമ്മിക്കും മെഴുകുതിരി കത്തിച്ചോ? പള്ളിയിലെ ഫാദറിനെ കണ്ടോ? കണ്ടു. എന്നിട്ട് ഫാദർ എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ചാച്ചൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Oh my God, January 14. Thank you. ഞാൻ ഈ ദിവസം അങ്ങ് മറന്നിരിക്കായിരുന്നു. നിങ്ങൾ എങ്ങനെ ഇത് ഓർത്തേ? ഞങ്ങൾ ഓർത്തില്ല, ചേച്ചിയാ ഞങ്ങളെ ഓർമ്മിപ്പിച്ചേ. എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ അല്ല, എന്താ ഇവിടെ സഭ കൂടൽ? ഹായ്, കേക്ക്. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഇന്നല്ല, ഉത്രാളിക്കാവിലെ വെടിക്കെട്ടിനെന്നാ. ചാച്ചന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ ബെന്നി. കേക്ക് മുറിക്ക് ചാച്ചാ. കട്ട് ചെയ്തോളൂ. ചാച്ചാ, ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ബെന്നി. താങ്ക് യു. എടാ ബെന്നി, ഞങ്ങളെ ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചല്ലേ? നടപ്പില്ല മോനെ, അല്ലേ മോളെ?
കാര്യങ്ങളിന്റെ അധികം നീട്ടിക്കൊണ്ട് പോണോ എന്താച്ചോ? എന്തിന്? ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അവരാച്ച നിന്റെ ഡേറ്റ് അങ്ങോട്ട് തീരുമാനിച്ചോ? എങ്കിൽ ശരി, നെക്സ്റ്റ് സൺഡേ. എന്താ പിന്നെ? അപ്പൊ മക്കളെ, നിങ്ങളുടെ ചാച്ചന്റെയും ഈ നിൽക്കുന്ന നാൻസി ചേച്ചിയുടെയും മനസമ്മതം അടുത്ത ഞായറാഴ്ച വലിയ പള്ളി വെച്ച് ഫാദർ ഡൊമിനിക് കൊട്ടാരത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്നതാണ്. ഹലോ ഗ്രേസമ്മായി, ഇത് ഞാനാ, ആനിമോള്. ജോഷുവ, അമ്മച്ചി, ദേ ആനിമോള്. ആനി, ഇത് എന്തൊരു പോക്കാ? എവിടെ നീ? ഞാൻ ട്രിവാൻഡ്രത്താ. ട്രിവാൻഡ്രത്ത് എവിടെ? ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. പപ്പ, ഞാൻ അങ്ങോട്ട് വരിക. 2 ദിവസം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് നീ എന്താ ഇതുവരെ വിളിക്കായിരുന്നു? ഞാനിപ്പോ അങ്ങോട്ട് വരാം. നീ എവിടെയാ? വിവരങ്ങളെല്ലാം ഞാൻ വന്നിട്ട് പറയാം. പപ്പ എന്നോട് പിണങ്ങരുത് പ്ലീസ്. ആനി, ആനി, ആനി. എന്നതാ അവള് പറഞ്ഞത്? അവൾ ഇങ്ങോട്ട് വരുന്നു. വരാനുള്ളവളാണെങ്കിൽ എന്തിനാ ഫോൺ ചെയ്തത്? ഒരു കൂട്ടുകാരിയെ കണ്ടിട്ട് 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞു പോയവളാ. ഇന്ന് ദിവസം എത്രയായി? അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല അമ്മച്ചി. നിനക്ക് തിരക്കാൻ മേലെങ്കിൽ പറ, ഞാൻ പോയി തിരക്കാം. നിന്റെ കളിയൊക്കെ അങ്ങ് സിംഗപ്പൂരിൽ മതി. അവള് വരും അമ്മച്ചി. നിന്നെ ഈ സാവട്ട് കാണുമ്പോഴാ എനിക്ക്, ഞാൻ ഒന്നും പറയുന്നില്ല. ചേച്ചി പോണ്ട. ചേച്ചിക്ക് പോകാതെ പറ്റില്ല അനുമോളെ. വേണ്ട, ചേച്ചി എപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി പോണ്ട, ചേച്ചി പോണ്ട. ഇതിന് മാറി ചേച്ചിക്ക് പോണം. പോണ്ട. ചേച്ചി എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട്? ചേച്ചിക്ക് ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാ. പോയേ പറ്റൂ. ചേച്ചി പോണ്ട. ചേച്ചി പോണ്ട. അനു, അനു ബാഗ് ഇങ്ങോട്ടാ. പറഞ്ഞു കേക്ക്. അതിന് തരാൻ. ചേച്ചി പോണ്ട. പോണ്ട. ദേഷ്യം പിടിപ്പിക്കരുത് അനു.